ഹായ് ഫ്രണ്ട്സ്, വെളുപ്പിന് 6 മണിക്കിന്ന് വീട്ടിൽ പരിപാടി തുടങ്ങി. എന്താണെന്നല്ലേ, 3 വർഷം മുന്നേ ഞങ്ങൾക്ക് 2 പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു, കുട്ടുവും മീനും. കുട്ടുവും മീനും മരിച്ചതിന് ശേഷം ഞങ്ങൾ ഈ കൂട് ഒന്നിനും ഉപയോഗിക്കാതെ എന്തൊക്കെയോ വേസ്റ്റ് ഒക്കെ പറക്കിയിട്ട് തടികളും പാത്രങ്ങളും ഒക്കെ ആയിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ഷെഡായിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ കുടുംബ വീട്ടിൽ പോയപ്പോൾ കോഴിക്കുഞ്ഞിനെ തരാന്ന് പറഞ്ഞു ആന്റി. വീട്ടിൽ വന്ന അച്ഛനോട് കോഴിയെ തരാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കോഴിക്കൂടില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിനെന്താ, നമ്മുടെ പട്ടിക്കൂടിനെ ഞാൻ തന്നെ കോഴിക്കൂടാക്കി തരാന്ന്. ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ അച്ഛൻ പരിപാടി തുടങ്ങി. ദേ അവിടെയും ഇവിടെയും പറമ്പിലൊക്കെ തേടി നടന്ന് വേണ്ടാതെ കിടന്ന ഇഷ്ടിക കല്ലുകളും എല്ലാം പറക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്. സിമന്റ് എന്താണെന്നല്ലേ, നല്ല നാച്ചുറൽ 1-ാം തരം ചെളി ദേ കുഴച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ മോഡേൺ ആയ പട്ടിക്കൂടിനെ ഒന്ന് നാടൻ കോഴിക്കൂടായി മാറ്റിയെടുക്കുന്ന പരിപാടി. പട്ടിക്കൂട്ടന്മാരുടെ കൂടുണ്ടല്ലോ, അത് നല്ല സൂപ്പറായിട്ടാണ് അന്ന് ഉണ്ടാക്കിയത്. ഫ്രണ്ടൊക്കെ വെൽഡ് ചെയ്ത് ടെയിലൊക്കെ ഇട്ട തറയും അങ്ങനെ നല്ലതായിട്ടാണ് അന്ന് ഉണ്ടാക്കിയത്. ഇടയ്ക്കിടയ്ക്ക് കിടക്കണ ആ ചെറിയ ഹോളെല്ലാം ഫില്ലാക്കണം, ഇല്ലെങ്കിൽ ഇവിടുത്തെ പൂച്ചയും പട്ടിയും ഒക്കെ ഇതിനെ പിടിക്കാൻ സാധ്യത കൂടുതലായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം അടച്ച് സൂപ്പറാക്കി കോഴിക്കൂടാക്കി മാറ്റിയെടുക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. പണികളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാൻ ദേ കസേരയിട്ടാണ് ഗഗനക്കുട്ടൻ രാവിലെ തന്നെ സീറ്റ് പിടിച്ചിരിക്കുന്നത്. ആദ്യം പട്ടിക്കൂടിന്റെ മുകൾ ഭാഗത്ത് തന്നെ ദേ ഈ കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്, അവിടെ ഫില്ല് ചെയ്യാന്ന് അച്ഛൻ പറഞ്ഞു. വെയിൽ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പേ പണികളൊക്കെ ഏകദേശം തീർക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേ നന്നായിട്ട് ചെളി ആദ്യം പൊത്തി വെച്ചു. അതിന്റെ പുറത്ത് ഓരോ കല്ലുകളായിട്ട് പിറക്കിയെടുക്കി ആദ്യത്തെ ലെയർ ഫില്ല് ചെയ്യണം. അയ്യേ, ചെളിയെന്നൊന്നും ആർക്കും തോന്നണ്ട കേട്ടോ. പണ്ട് ഇതുപയോഗിച്ചിട്ടല്ലേ നമ്മളെ വീടെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിന് ഒട്ടും ശക്തി കുറവൊന്നും അല്ല കേട്ടോ. പുറത്ത് സിമന്റ് ഒക്കെ കൂടെ ഇട്ട് തേച്ചാ എത്ര വർഷം വേണോ നല്ല അടിപൊളിയായിട്ടിരിക്കണ 1-ാം-തരം സിമന്റ് ആണ് നാച്ചുറൽ ചെളി. കല്ലുകളെല്ലാം കണക്കിന് കൊത്തിപ്പറക്കി ചെത്തി മിനുക്കി എടുത്തത് ഓരോന്നായിട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഗഗനക്കുട്ടന് സീറ്റ് മാറ്റവും നടന്നു. കോഴിക്കോടിന്റെ ഫ്രണ്ടിലേക്കായി സീറ്റ്. ഇരിപ്പിടത്തെ ചൊല്ലിയുള്ള തർക്കം അവിടെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ പണിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, അവിടെ മറിയും മക്കളെ, കുഴി കുഴി നിർത്തുപോയി. പിടിച്ചോ. കല്ലുകെട്ടിൽ തകൃതിയായി നടക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുറെ കൂടെ മുറിക്കല്ലുകൾ അപ്പുറം ഇപ്പുറം പറമ്പിൽ നിന്നൊക്കെ നുള്ളി പറക്കി എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. എല്ലാം കൂടെ ഉപയോഗിച്ച് അച്ഛൻ ഇന്നൊരു താജ്മഹൽ പണിയും. അത്രയ്ക്ക് പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ നാൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഈ ഷെഡ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറത്തൊക്കെ നോക്കിയ ഒരുപാട് ചവറക്ക് നിറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെറിയ ഇരുമ്പടികളുള്ള ആ ഒരു കമ്പി ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ പുറമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് ചവറ് കയറിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താലേ നമ്മളെ കോഴിക്കുട്ടന്മാരെ അടുത്ത് ഇതിനകത്ത് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് പിടിപ്പത് പണിയാണെന്ന് മനസ്സിലായല്ലോ. സമയം കഴിയും തോറും സൂര്യന്റെ ചിരി കൂടി വരികയാണെന്ന് തോന്നുന്നു. നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ദേ ഈ മുറിക്കല്ലുകളൊക്കെ ഞാൻ പറക്കിക്കൊണ്ടുവച്ചു. കല്ലുകെട്ടലിനിടയിൽ അച്ഛന് മറ്റൊരു ഐഡിയ. ഫുള്ളും കെട്ടി അടച്ചു കഴിഞ്ഞാൽ ഈ കോഴിക്ക് കാറ്റ് കിട്ടണ്ടേ, അതും പോയിട്ട് ഇതിന്റെ സ്മെല്ലൊക്കെ അതിനകത്ത് തന്നെ തങ്ങി നിൽക്കും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഹോൾ ഇടണം, ചെറിയ ഹോള്. അങ്ങനെ ഓരോ കുപ്പിയും പാട്ടയൊക്കെ പിറക്കി അതൊക്കെ അറുത്ത് പറക്കി ഇതിൽ സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. സൂപ്പർ ഐഡിയ ആണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നൊക്കെ കമന്റ് ചെയ്യണം. ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ അടുക്കളയിലും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനൊന്ന് ശ്രദ്ധ മാറ്റി തോരൻ വെക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. ആ ഇടയ്ക്ക് അച്ഛൻ ബാക്കി എല്ലാ പണികളും നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരും കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. തോരന്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഒരു വശത്തുള്ള പണി കഴിഞ്ഞ് അടുത്ത വശത്തേക്ക് അച്ഛൻ ചലിച്ചിരുന്നു. അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ വശത്ത് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾക്കും കാണിച്ചു തരാം. ഇപ്പുറം വശം നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അകത്തുള്ള പണികളാണ് ഉള്ളത്. നാടൻ കോഴിക്കൂടിന്റെ എയർ ഹോള് നിങ്ങൾക്ക് കാണണ്ടേ? ദേ എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? 3 എയർ ഹോള് സെറ്റ് ചെയ്തിട്ടുണ്ട്, മുകളിലും താഴെയും അതിന്റെ താഴെയൊക്കെ ആയിട്ട്. ദേ ചെളിയൊക്കെ ദേ ഇപ്പുറം വശത്ത് ഏകദേശം ഉണങ്ങി തുടങ്ങി. അത്രയ്ക്കും കൊടും ചൂടല്ലേ. ദേ കണ്ടില്ലേ, ഇത് ഒരു ഹെയർ ഹോളാണ്, ഇത് അടുത്ത എയർ ഹോളാണ്. അങ്ങനെ കോഴിക്കുട്ടന്മാർ എയർ ഹോൾ എങ്ങനെയുണ്ട്? അത് രസഗുള വാങ്ങിച്ച ബോട്ടിലാണ് കേട്ടോ. അപ്പൊ എല്ലാം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇപ്പുറം വശം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് ചെറിയ കമ്പി വെച്ചിട്ട് അടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും കയറൂലേ. ഇത് പട്ടിക്കുട്ടന്മാരുണ്ടായിരുന്നപ്പോ അവരുടെ വേസ്റ്റ് കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് ദേ അടിയിൽ കാണുന്ന ആ പൈപ്പ് വെച്ചിരുന്നത്. അതും ഇനി എന്തെങ്കിലും ചെയ്ത് അടയ്ക്കേണ്ടി വരും. ഈ കീറിപ്പോയ വെള്ള ഷീറ്റിലെ ഇതാണ് പട്ടിക്കുട്ടന്മാര് നനയാതിരിക്കാൻ അന്ന് കെട്ടിയതാണ് കേട്ടോ. പഴയ സാധനങ്ങളൊക്കെ പുറത്താക്കി അച്ഛൻ പതിയെ അകത്ത് കയറി പണി ആരംഭിച്ചു.
ഇവിടെയും മണ്ണ് ഇതേപോലെ. അച്ഛൻ പട്ടിക്കൂടിനകത്ത് പണി ആരംഭിച്ചപ്പോ പുറത്ത് കയ്യാളായിട്ട് ഇതേ ഗഗനുവിന്റെ അച്ചാമ്മയും നിറഞ്ഞു. കുഴച്ചിട്ട ചെളിയെല്ലാം സമയം കഴിയുന്തോറും ഡ്രൈ ആയി വരുന്നുണ്ട്. ഇതിനെ കോരിക്കൊണ്ട് അകത്ത് കൊടുക്കുമ്പോ അച്ഛൻ അവിടെ വെച്ച് ദേ കപ്പിലിരിക്കണ വെള്ളം തളിച്ച് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡ് മാത്രം പണി കഴിഞ്ഞതേ ഉള്ളൂ, ഇനിയും ഉണ്ട് 2 സൈഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ ചെളി എത്തി, ഇനി അത് മിക്സ് ചെയ്തിട്ട് അടുത്ത ഭാഗം നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന്റെ പുറത്തൊക്കെ വലയുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഈസിയാണ് പണി. ബേക്ക് സൈഡിൽ 1-2 എയർ ഹോൾ കൂടെ കൊടുക്കണം. പണികളൊക്കെ ഏകദേശം കഴിയുകയാണെങ്കിൽ കോഴിക്കുട്ടന്മാരെ ഇന്ന് എന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ദേ ഇവിടെയും അപ്പുറം കൂടെ കുറച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ പണികളൊക്കെ കഴിയും. പിന്നെ കോഴിക്കൂട് തൂത്തോ കഴുകിയോ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം, മരപ്പൊടി വിതരണം. അതൊന്നും ഇന്ന് നടക്കാൻ പോവില്ല. അപ്പൊ അല്ലറ ചില്ലറ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിയെ എടുത്തോണ്ട് വരാന്ന് എന്നെ തീരുമാനിച്ചു. നമ്മുടെ പട്ടിക്കൂടിന്റെ മേൽക്കൂര ഷീറ്റാണ്. ഷീറ്റിന്റെ ഇടയിൽ ദേ ഇവിടെയൊക്കെ ഹോൾ ഉള്ളതെല്ലാം മണ്ണ് വെച്ചിട്ട് ഫില്ല് ചെയ്തു. അങ്ങനെ ഏകദേശം പരിപാടി ആയിക്കൊണ്ടിരുന്നപ്പോ ഞാനും ചേട്ടനും കോഴിയെ എടുക്കാൻ വേണ്ടി പോയി. കാർബോർഡ് പെട്ടിയൊക്കെ ആയിട്ടാണ് പോയത്. അവിടെ ചെന്ന് പെട്ടിക്ക് കുറെ ഹോളൊക്കെ ഇട്ട് കോഴിയെല്ലാം പിടിച്ച് അതിനകത്താക്കി നേരെ വീട്ടിലെത്തി. ഇവിടെ വന്ന് കോഴിക്കൂട് തൂത്തിട്ടതേ ഉള്ളൂ. അതിനകത്തേക്ക് നമ്മുടെ കോഴിക്കുട്ടന്മാരെ ഞാൻ പതിയെ തുറന്നു വിടാനായിട്ട് പോയി. പുതിയ കൂടും പുതിയ ചുറ്റുപാടൊക്കെ ആയതുകൊണ്ട് അവരെല്ലാം കൂടെ ഒന്ന് അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പതിയെ ഡോറൊന്ന് ലോക്ക് ചെയ്ത് കേട്ടോ, കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിടിക്കാൻ പാടല്ലേ. അതും പോയിട്ട് കുഞ്ഞായതുകൊണ്ട് കാക്കയ്ക്കോ പൂച്ചയ്ക്കോ കിട്ടിയ കഴിഞ്ഞാൽ അതും കൊണ്ടു. ഇത്രയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ കുളിക്കാൻ ഓടി, കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ. പണി നടക്കുമ്പോഴും കോഴിയെ കൊണ്ടുവന്ന് യാത്ര എല്ലാം കൂടെ. അപ്പൊ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ കോഴിക്കുട്ടന്മാരെ വന്ന് നോക്കിയപ്പോ അവർക്ക് വെച്ചു കൊടുത്ത വെള്ളവും ആഹാരവും ഒക്കെ പതിയെ അവർ ഈ കൂടുമായിട്ടൊക്കെ സെറ്റായി വരുന്ന കാഴ്ചയാണ്. കുറെ നാളുകളായിട്ട് ഇവിടെ പട്ടിയോ പൂച്ചയോ കോഴിയോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് പുതിയ കോഴിക്കുട്ടന്മാരെ കണ്ടപ്പോ ഞാൻ കുറെ നേരം എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നു. കഴുത്തിലും മുടിയില്ലാത്ത കൊക്കിക്കോഴി എന്ന് ഞങ്ങൾ ഇവിടെ പറയുന്ന കോഴിയൊക്കെ കിട്ടി കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ പറയണേന്ന് കമന്റ് ചെയ്യണേ. ഒപ്പം നമ്മുടെ നാടൻ കോഴിക്കോടും കോഴിയൊക്കെ ഇഷ്ടമായവരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ കമന്റ്സ് എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കമന്റുകളെല്ലാം എല്ലാവരും ഇടണം കേട്ടോ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോ ബൈ.